അപ്പൊ നമ്മുടെ അമ്മയും മക്കളും ബ്ലോഗ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. പിന്നെ മോനും സന്ധ്യയും കുഞ്ഞും ഒന്നും ഇവിടെ ഇല്ല. ഓണം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് സന്ധ്യന്റെ വീട്ടിലേക്ക് പോയി. ഇന്നിപ്പോ 4ാമത്തെ ഓണാക്കിയല്ലേ. അപ്പൊ അവളുടെ വീട്ടില് കുറച്ച് ദിവസം നിൽക്കും തോന്നുന്നു, കൂടാൻ വേണ്ടി പോയിരിക്കാണ്. അവൻ എവിടെ പോയാലും അവിടെ വീട് ചെയ്യാലോ, നമ്മുടെ വർക്ക് ഇതായതുകൊണ്ട് അവിടെ ചെയ്യാലോ. പിന്നെ അവൻ ഓരോരോ കാര്യങ്ങളും അങ്ങനെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പൊ അവൻ ഇവിടുന്ന് പോയി കഴിഞ്ഞാൽ 2, 3, 4 ദിവസങ്ങളൊക്കെ കഴിഞ്ഞിട്ടൊക്കെ വരും. പിന്നെ ഞാനിവിടെ തനിച്ചല്ലേ, അച്ഛനാണെങ്കിൽ ഷോപ്പിലേക്കും പോകും. അങ്ങനെയൊക്കെയാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയത്. അപ്പോൾ ഇത് അസുഖാട്ടൻ ഷോപ്പിലേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങി വന്നു. സോജ ഷോപ്പിലേക്ക് പോവാ? ഇനി എത്ര മണിക്ക് വരിക? 8 മണി 9 മണിട്ടാ. ഞാൻ വണ്ടിയും കൊണ്ട് പോയിട്ടില്ല. പോകാത്ത സമയത്ത് ഞാൻ വിളിക്കുമ്പോൾ 8 മണി 8:30 കഴിഞ്ഞ ബസ്സിൽ തിരക്കൊഴിയുള്ള വരെ ഞാൻ അപ്പം വരാമെന്ന് പറയും. അപ്പോൾ സുഖാട്ടൻ ഷോപ്പിലേക്ക് ഇറങ്ങി. നിങ്ങൾ വരുമ്പോൾ ഒരു പൈനാപ്പിൾ വാങ്ങിക്കോളൂ കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് മുറുക്ക് ഉണ്ടാക്കാൻ പോകാം കേട്ടോ. അരി കുറച്ച് വെള്ളത്തിട്ട് വെച്ചിട്ടുണ്ട്. കുറച്ച് അതിനനുസരിച്ച് തന്നെ കുറച്ച് എന്താ പറയുക ഉഴുന്നും എടുത്തിട്ടുണ്ട്. ഉഴുന്ന് വറുത്തെടുക്കട്ടെ. ക്യാമറ ഒന്നും എടുത്തരാൻ ആളില്ല കേട്ടോ. ഞാൻ സ്വയം ഒറ്റയ്ക്ക് തന്നെയാണ്. കുറച്ച് ഉഴുന്നെടുത്തിട്ട് അരി എത്രയാണോ എടുത്ത് അത്രയും ഉഴുന്നെടുത്തിട്ട് നല്ലോണം ഒന്ന് ചുവന്ന് വരുന്നവരെ വറുത്തെടുത്തിട്ടുണ്ട്. ഉഴുന്ന് വറുത്ത് വെച്ചപ്പോൾ ചെറിയ ചെറിയ ഓരോ കറുപ്പുണ്ടായിരുന്നു. കറുപ്പെന്ന് വെച്ചാൽ ഒപ്പം ഇളക്കാൻ പറ്റാണ്ടേ അതിൽ ഓരോന്ന് കരിഞ്ഞു പോയി. എൻ്റെ ഒരു കയ്യിൽ ക്യാമറ ആയിരുന്നു കേട്ടോ, അത് കാരണമാണ്. അപ്പോൾ ഞാൻ ആ കറുപ്പ് ഉള്ളതിന് മുഴുവനും എടുത്ത് കളഞ്ഞു. ഇനി അതൊന്ന് പൊടിച്ചെടുക്കട്ടെ. മോളെ വീട്ടിലേക്ക് പോകണം. അപ്പം അന്ന് കുട്ടികൾക്ക് ഞാൻ ഉണ്ടാക്കി കൊടുത്തവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. അപ്പം ഞാൻ അതുപോലെ കുറച്ച് ഉണ്ടാക്കിയിട്ടായിരുന്നു. ഞാൻ അരി അരിക്കുമ്പോൾ ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ കുറച്ചൊരു മുളക് പൊടി ഇട്ടു, കുറച്ച് വലിയ ജീരകം ഇട്ടു. ഇനി കുറച്ച് എള്ളിടട്ടെ. ഓമം വേണം. ഓമമൊന്നും ഇല്ല ഇവിടെ. പൊടി എള്ളിടുന്നുണ്ട്. എള്ളിടട്ടെ. കളർ വ്യത്യാസം ഉണ്ടാവുമല്ലോ ഓമത്തിൻ്റെ പകരം. അരി ഉഴുന്നൊക്കെ കുഴച്ച് മാവൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചു. ഇനിയിപ്പോൾ ഇത് ഉണ്ടാക്കിയെടുക്കാൻ എങ്ങനെയാണെന്ന് നോക്കട്ടെ കേട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയിട്ടുണ്ട്, കുറേ ആയി. അത് ഇതല്ല, ഉഴുന്നല്ല, നമ്മൾ ചട്നിയൊക്കെ ഉണ്ടാക്കുന്ന കടലയില്ലേ, അത് പൊടിച്ചിട്ടും പിന്നെ അതുപോലെ അരി അരച്ചിട്ടാണ്. ഇതിപ്പോൾ ആദ്യമായിട്ട് ഉഴുന്നിലുണ്ടാക്കി നോക്കുന്നത്. അന്ന് കുട്ടികൾക്ക് ഇഷ്ടമായിരുന്നു കേട്ടോ. അവരെല്ലാവരും നല്ലോണം കഴിച്ചേ. ഇപ്പോൾ ഇതൊന്ന് നോക്കാം എങ്ങനെ ഉണ്ടാക്കിയിട്ട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കറക്റ്റായിട്ടൊന്നും കിട്ടിയില്ല കേട്ടോ. പലതും പല സൈസിലും എനിക്ക് ഉണ്ടാക്കി കിട്ടിയത്. അവർക്ക് ഇതിലുണ്ടാക്കിയത് ഒരു ഇല പറിച്ച് അതിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഉണ്ടാക്കുമ്പോൾ ഒരു സന്തോഷം. ഓരോന്ന് ഉണ്ടാക്കി നോക്കുമ്പോഴേ. അപ്പോൾ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഉണ്ടാക്കി വെച്ച മുറുക്ക് എണ്ണയിലേക്ക് ഇടാം. പ്ലാസ്റ്റിക് ഇതിലാണ് കേട്ടോ. ഞാൻ കുറച്ച് എണ്ണയൊക്കെ തേച്ചിട്ട്, അല്ലെങ്കിൽ നമുക്കത് എടുത്താൽ കിട്ടില്ല. ഞാൻ ഇലയിൽ നോക്കി, പക്ഷേ ഇലയിൽ എടുത്താൽ കിട്ടുന്നില്ല. അപ്പോൾ ഞാൻ മുറുക്ക് ഉണ്ടാക്കി കഴിഞ്ഞു കേട്ടോ. എണ്ണ തീരെ കുടിച്ചിട്ടില്ല. എണ്ണ അങ്ങനെ തന്നെ ഉണ്ട്. കുറച്ച് വരെ 200 ഒരു 150 ഗ്രാം എണ്ണയെ പോയിട്ടുള്ളൂ. അപ്പോൾ ഞാൻ കുറച്ച് മുറുക്കൊക്കെ ഉണ്ടാക്കി. ഇതും കൂടി ആപ്പോൾ 2ാമത്തെ പ്രാവശ്യം. എനിക്കങ്ങനെ അറിയൊന്നുമില്ല. ആദ്യം ചട്നിക്കടലയിലാണ് ഞാൻ ഉണ്ടാക്കിയത്. ചട്നിക്കടല പൊടിച്ചിട്ട് എൻ്റെ ഒരു ചേച്ചിൻ്റെ മോളുണ്ട് കോയമ്പത്തൂർ. അവൾ പറയും മേമേ സിമ്പിളായിട്ട് ഉണ്ടാക്കാം, എങ്ങനെയാണ് കുറച്ച് കടല പൊടിക്കുക, പിന്നെ കുറച്ച് അരി, അരി ചോറ് വയ്ക്കുന്ന അരി കുറച്ച് വെള്ളത്തിലിട്ട് അരച്ചിട്ട് അത് രണ്ടും കൂടി മിക്സായി കുറച്ച് മുളക് പൊടി ഇങ്ങനെയൊക്കെ ഇട്ടിട്ട് ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത്. ആ ഒരു ഇതിൽ ഞാൻ ഉണ്ടാക്കിയത്. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ചട്നിക്കടല ഉണ്ടാക്കി എനിക്ക് അത്രയ്ക്ക് ടേസ്റ്റ് തോന്നിയില്ല. അപ്പം ഞാൻ ഈ പ്രാവശ്യം ഉഴുന്ന് വറുത്ത് പൊടിച്ചിട്ട് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല, അങ്ങനെ ഉണ്ടാക്കിയതാണ്. ഞാൻ വിചാരിച്ചു മോളടുത്തേക്ക് പോകണം. ബേക്കറി പിന്നെ ഹേബുവിന് ഏറ്റവും ഇഷ്ടം ചിപ്സാണ്. ഇന്നിപ്പോൾ ചിപ്സ് ഒന്നും ഉണ്ടാവില്ല, ഓണമൊക്കെ കഴിഞ്ഞ കാരണേ. അപ്പം ഞാനിങ്ങനെ ചുമ്മാ കുറച്ച് ഉണ്ടാക്കിയതാണ്. അപ്പം അതൊക്കെ നമ്മുടെ സുഖമായിട്ടെത്തി. പൈനാപ്പിള് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു രാവിലെ. അതായിരിക്കും വിചാരിക്കണം കയ്യിലല്ലേ. എന്താ പച്ചയോ? പഴുത്തിട്ടില്ല? പഴുത്തിട്ടുണ്ടോ? ആയിക്കോട്ടെ, കവറിൽ തന്നെ ഇട്ട് വെച്ചോളാം, നാളേക്ക് പഴുക്കുമല്ലോ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷം.
അപ്പോൾ ഒരുവിധം പണിയും കാര്യങ്ങളൊക്കെ കഴിയും സമയം ഒരു 8-8:15 പിന്നെ അപ്പം ഞങ്ങൾ പുറത്തു പോകാൻ വേണ്ടി നിൽക്കുകയാണ്. സുധാറിന് വെയിറ്റ് ചെയ്തായിരുന്നു. അവര് നല്ല നല്ല വിശേഷങ്ങളുമായിട്ട് അടുത്ത വീട്ടിൽ കാണാം.